ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും എതിർക്കുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരം നൽകണം. കടുത്ത ഭാഷയിൽ വിമർശിച്ച് ബിജെപി ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ അനിൽ ആന്റണി രംഗത്ത്. ഇന്ത്യയിലെ വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനോഭാവം കോൺഗ്രസ് കുറെ അധികം നാളായി കാണിക്കാൻ തുടങ്ങിയിട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ എന്ത് നല്ല പദ്ധതികൾ വന്നാൽ പോലും അതിനെയെല്ലാം പുറംകാലുകൊണ്ട് തട്ടിമാറ്റുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സോണിയയുടെയും രാഹുലിന്റെയും എതിർപ്പ് ഇൻഡോ പസഫിക് മേഖലയിലെ ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതും അനിൽ ആന്റണി ഇവിടെ ആരോപണം ഉന്നയിച്ചു. കോൺഗ്രസ് ആരുടെയും താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. രാജ്യം പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും അതിജീവിച്ച് മുന്നേറുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തിന് വിപരീതമായിട്ടാണോ കോൺഗ്രസ് നിൽക്കേണ്ടതെന്നാണ് ഇവിടെ ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെ എതിർക്കുന്ന കോൺഗ്രസിന് അനിൽ ആന്റണി തക്കമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് 150 മൈലിൽ താഴെ മാത്രം അകലെയാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതെന്നും അനിൽ ആന്റണി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതയായ മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ ഒരു പ്രവേശത്ത് അതിന്റെ കവാടത്തിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിന്റെ നാവികശേഷി, പവർ പ്രൊജക്ഷൻ, അതുപോലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ, ഇൻഡോ പസഫിക് മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഇവിടം ഒരു നിർണായക ആസ്തിയായി തന്നെ മാറും. സോണിയാഗാന്ധി UPA ചെയർപേഴ്സണായിരിക്കിയ സമയത്ത് 2012 ജൂലൈ 31 ഗ്രേറ്റ് നിക്കോബാറിലെ കാംബേൽ ബേയിൽ നാവിക വ്യോമതാവളമായ INS ബേസ് കമ്മീഷൻ ചെയ്യുകയും ചെയ്തതായി അദ്ദേഹം ഇവിടെ എടുത്തു കാണിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത്രയും പ്രധാനപ്പെട്ട പദ്ധതി ഒരു അബദ്ധമായി തന്നെ കണക്കാക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നിവിടെ വ്യക്തമാക്കണം. ഒരു ദശാബ്ദത്തിന് ശേഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ പേരിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ദേശീയ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയെ കോൺഗ്രസും നെഹ്റു കുടുംബവും എതിർക്കുന്നതെന്നും അനിൽ ആന്റണി ഇവിടെ എക്സിലൂടെ തന്നെ പങ്കുവച്ച കുറിപ്പിലാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ 72,000 കോടി രൂപയുടെ ഗ്രേറ്റ് നിക്കോബാർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയുടെ നിർമ്മാണത്തെ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലാണ് വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 13ാമത്തെ തുറമുഖമായി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന്റെ പോർട്ട് അത് സസ്യജന്തുജാലകങ്ങൾക്കും തദ്ദേശീയ ഗോത്ര സമൂഹത്തിനും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പാരിസ്ഥിതിക ദുരന്തമെന്നും ആസൂത്രിതമായ ദുഷ്കൃത്യമെന്നായിരുന്നു ഇവിടെ അവർ വിശേഷണം നൽകിയത്. ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ദ്വീപ പ്രദേശങ്ങളിലൊന്നായ ഗാലാത്തിയ ബേയിലെ ICTP ഇരട്ട ഉപയോഗ സിവിൽ സൈനിക പദ്ധതി സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും അഭിലാഷണീയമായ പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ത്യയുടെ പ്രതിരോധത്തിനും കടൽ വ്യാപാരത്തിനും ഇത് നൽകുന്ന നേട്ടങ്ങൾ പാരിസ്ഥിതിയെ തന്നെ ബാധിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ ഗലാത്തിയ ബേ തുറമുഖം ഇന്ത്യൻ വൻകരയിൽ നിന്ന് 1200 കിലോമീറ്ററിലധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും തന്നെ തിരക്കേറിയതും നിർണായകവുമായ ജലപാതയായ മലാക്ക കടലിടുക്കിൽ നിന്ന് വെറും 40 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ പദ്ധതിയെ ഇപ്പോൾ കോൺഗ്രസ് എതിർക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് വ്യക്തമാക്കണമെന്നും അനിൽ ആന്റണി ഇവിടെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.